ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേർ നടന്ന സംഭവത്തിൽ പോലീസ് പരിശോധന. ഇന്നലെ രാത്രിയായിരുന്നു ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവം വാർത്തയായതിന് പിന്നാലെ മാത്രമാണ് പോലീസ് പരിശോധനയ്ക്ക് പോലും തയ്യാറായത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ അറിയിച്ചെന്നും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനാണ് തീരുമാനം. എന്തായാലും ഈ പൊട്ടിത്തെറിച്ച സാധനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലില്ലെങ്കിലും പൊട്ടിത്തെറിച്ച സ്ഥലത്തിൻ്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നടക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ശരിയാണ്. സാനു, ഇവിടെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നാണ്. എന്നാൽ കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സുരേഷ്, ഇന്നലെ വൈകിട്ട് 10:45 കൂടിയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തിയെങ്കിലും തുടർ നടപടികളെല്ലാം ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു. അതായത് പോലീസ് എത്തിയെങ്കിലും FIR ഇടാനോ കേസെടുക്കാനോ അടക്കം പോലീസ് തയ്യാറായിരുന്നില്ല. അതായത് ACP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തത്. തുടർന്നുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതായത് 10:45 സ്ഫോടനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടി ഉണ്ടാവുന്നത് രാവിലെ 8 മണിക്ക് ശേഷമാണ്. ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ എത്തിയതിനു ശേഷമാണ് ഇതിലൊരു ചലനം ഉണ്ടാവുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ കേസെടുക്കുന്ന കാര്യങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ നേതാക്കൾ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഇരകൾക്കൊപ്പമല്ല പോലീസ്, അതായത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതേപോലെ തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ആ തിരിച്ചടിക്കൊരുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് തന്റെ വീടിന് നേരെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും BJP ആരോപിക്കുന്നു. അതായത് വായടപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഈ സ്ഫോടനം നടത്തിയതെന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയതിനു ശേഷം ഇതിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ACPയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘത്തെ ആയിരിക്കും നിയോഗിക്കുക എന്നുള്ളൊരു കാര്യവും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഉഗ്രശേഷിയില്ലാത്ത ഒരു സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചെങ്കിലും ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നേതാവിന്റെ വീടിന് മുന്നിൽ, അതായത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് മുന്നിൽ നടത്തിയ ഈ ഒരു സ്ഫോടനത്തിന്റെ പ്രാധാന്യം വലുതാണ്, അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വലുതാണ്. അത് ചില മുന്നറിയിപ്പുകൾ നൽകുന്ന സൂചനകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം നടത്തുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പം അല്പസമയത്ത് ശേഷം വലിയൊരു പ്രതിഷേധ പ്രകടനം അടക്കം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ആരാണ് ഈ ഒരു അതിക്രമം നടത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഈ വീട് മാറിയിട്ടുള്ള ഒരു ആക്രമണം, അത്തരത്തിൽ ഈ കാറുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അടുത്ത വീടിനാണ് ബോംബേർ ഉണ്ടായതെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രണം തന്നെയാണ് നടന്നത് എന്നുള്ള വിമർശനം തന്നെയാണോ ശക്തമാകുന്നത്? അത്തരത്തിലുള്ള ഒരു തെളിവുകൾ തന്നെയാണോ പോലീസിന് അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ലക്ഷ്യം ശോഭാ സുരേന്ദ്രന്റെ വീടായിരുന്നെങ്കിലും ഉന്നം പഴച്ചു എന്ന് വേണം പറയാനായിട്ട്. അതായത് ലക്ഷ്യം വെച്ചത് ശോഭാ സുരേന്ദ്രന്റെ വീടായിരുന്നെങ്കിലും അവർക്ക് അക്രമം നടത്താൻ സാധിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു വീട്ടിലായിരുന്നു. അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമാന രീതിയിലും ഭാവത്തിലുമുള്ള ഒരു വീടിന് നേരെ, അതായത് ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുൻഭാഗത്തുള്ള ഏകദേശം മീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ഒരു ചെറിയ റോഡുമായിട്ട് മാത്രമുള്ള വ്യത്യാസത്തിലിരിക്കുന്ന ഒരു വീടിന് നേരെയാണ് ഇവർക്ക് അക്രമം നടത്താൻ സാധിച്ചത്. അതായത് വെള്ളക്കാർ വീടിന് മുന്നിലുണ്ടാവും, അതേ രീതിയിൽ ഒരു വെള്ളക്കാറുള്ള വീടാണ്. ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിന് സമാനമായിട്ടുള്ള വാഹനമുള്ള വീടിന് നേരെ തന്നെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് താൻ ഇവിടെ ഉണ്ടായിരുന്നു, തന്റെ വാഹനമില്ലായിരുന്നു, അതാണ് അവർക്ക് ഈ വീട് പോകാൻ വേണ്ടി കാരണമായതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നലെ രാത്രി നടന്ന ഒരു അക്രമത്തിൽ പോലീസ് അടക്കം സ്ഥലത്തെത്തിയെങ്കിലും മറ്റ് നടപടികളൊന്നും ഉണ്ടാകാതെ, ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്താതെ സമയം വൈകിപ്പിച്ചു എന്നുള്ളൊരു ഗുരുതര ആരോപണവും BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ഫോടനത്തിന് തൊട്ട്
പിന്നാലെ പോലീസ് സമീപവാസികളിൽ നിന്നടക്കം ചില വിവരശേഖരണങ്ങൾ നടത്തിയിരുന്നു. അവർ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു കാറും അതേപോലെ 2 ഇരുചക്ര വാഹനങ്ങളും ഈ പ്രദേശത്തു കൂടെ കറങ്ങുന്നുണ്ടായിരുന്നു. അപരിചിതരായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്ന. ബൈക്ക് നിർത്തിയിട്ട് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുൻഭാഗത്തോടെ ഇവർ പലകുറി നടന്നു എന്നുള്ളൊരു ആരോപണവും അല്ലെങ്കിൽ ഒരു ആക്ഷേപവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ച് നടപടിയെടുക്കേണ്ട പോലീസ് മനഃപൂർവ്വം അലംഭാവം കാട്ടി എന്നാണ് BJP പറയുന്നത്. അതായത് ഇന്നലെ രാത്രി ഉണ്ടായ അക്രമത്തിൽ ഒരു ചലനമുണ്ടായത് ഇന്ന് രാവിലെ ജില്ലാ പോലീസ് മേധാവിയുടെ സന്ദർശനത്തോടു കൂടിയാണ്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘത്തെ, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ജില്ലാ പോലീസ് തയ്യാറെടുക്കുന്നത്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും BJP ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അലംഭാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ വലിയൊരു പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനുള്ളിൽ തൃശ്ശൂർ നഗരത്തിൽ നടക്കാൻ പോവുകയാണ്. BJPയുടെ പഴയ ഓഫീസിൽ നിന്നും ഇവിടുത്തെ കോർപ്പറേഷൻ ഓഫീസിലേക്കാണ് BJPയുടെ പ്രകടനം നടക്കുക. എന്തായാലും അതിനുവേണ്ട നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. സുരേഷ്.